ക്യാമറ വിവാദം കത്തി നിൽക്കുകയാണ്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ മൗനമാണ് പ്രധാനമായും പ്രതിപക്ഷം ആയുധമാക്കുന്നത്. എന്നാൽ ഇതിനിടെ CPM-ന്റെ നിർണായകമായ നേതൃയോഗങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. അതേസമയം വിവാദത്തിൽ ന്യായീകരണവുമായി മുൻ മന്ത്രി AK ബാലൻ രംഗത്ത് വന്നു. നിയമപരമായി മറുപടി പറയേണ്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി പറയുമെന്നും എല്ലാറ്റിനും മറുപടി പറയാൻ കഴിയില്ലെന്നുമായിരുന്നു AK ബാലന്റെ വിശദീകരണം. വിജിലൻസ് അന്വേഷിക്കുമ്പോൾ എങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നാവും പ്രതികരിച്ചാൽ ചോദ്യം ഉയരുക എന്നും ബാലൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കാത്തതെന്നാണ് ചോദിച്ചത്. പ്രതികരിച്ചാൽ നിങ്ങൾ എന്താ പറയുക? വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്? മെറിറ്റിലേക്ക് കടന്ന് മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇപ്പം തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പ്രതികരിക്കാതിരുന്നാൽ എന്താ പറയുക? ഇതെന്തോ ഒളിച്ചു വെക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വരേണ്ടതൊക്കെ വരട്ടെ, ഒന്ന് കലങ്ങി തെളിയട്ടെ. ഇപ്പോൾ ഓരോ ദിവസം ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസം ഓരോ ആൾക്കാരെ കൊണ്ട് ഓരോ കമ്പനികളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ. അതിനെല്ലാം മറുപടി പറയണമെങ്കിൽ ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാണ്. നിങ്ങളെ കണ്ട് മറുപടി പറയുക. ഇവരോരോന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നതാണ്. ഇപ്പോഴും നിങ്ങളിത് ചോദിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരാരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എതിരായി തെളിയിക്കാൻ ഏതെങ്കിലും സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിയമപരമായി മറുപടി പറയേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് പറയും. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു കാര്യത്തിൽ അദ്ദേഹം അതിൽ കടന്ന് മെറിറ്റിലേക്ക് കടന്ന് അഭിപ്രായം പറയുക എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ അദ്ദേഹം മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ക്യാമറ വാങ്ങിയതിൽ തീവെട്ടിക്കൊള്ള നടത്തി കെൽട്രോൺ. 30 കോടിയുടെ ക്യാമറകൾ 80 കോടിക്കാണ് വാങ്ങിയത്. 15,000 രൂപയുടെ ക്യാമറയ്ക്ക് കെൽട്രോണിന്റെ വില 9.9 ലക്ഷമാണ്. 1.6 ലക്ഷത്തിന്റെ ക്യാമറകൾക്ക് നൽകിയത് 9.96 മുതൽ 10.32 ലക്ഷം വരെയാണ്. രേഖകൾ ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി VV അരുണും S വിനേഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം കോഴിക്കോട് നിന്നും വിനേഷിലേക്ക്. വിനേഷ്, കെൽട്രോൺ ഇങ്ങനെ വിപണി വിലയേക്കാൾ വളരെ ഉയർന്ന തുക, ഇതിന്റെ പലതിന്റെയും വില കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. ചെറിയ വിലയുടെ 2, 3, 4, 5, 10 ഇരട്ടി വരെയൊക്കെയുള്ള വിലയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ രേഖകൾ കൂടി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കിരൺ, വിപണിയിൽ 30 കോടി രൂപയ്ക്ക് ലഭ്യമാവുന്ന ക്യാമറയും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളുമാണ് 80 കോടി രൂപയ്ക്ക് കെൽട്രോൺ വാങ്ങിച്ചു എന്നതിൻ്റെതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖ. ഇതിൽ പ്രധാനമായ കെൽട്രോൺ കൃത്യമായി തന്നെ നമ്മൾ പുറത്തുവിട്ട രേഖയിൽ അതിൻ്റെ വില കൃത്യമായി പറയുന്നുണ്ട്. ഇത് പക്ഷേ വിപണിയിലെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ അന്തരമുണ്ട്. അതായത് വിപണിയിൽ 15,000 രൂപയ്ക്ക് കിട്ടാവുന്ന സാധനം പോലും 8-10 ലക്ഷത്തിന് രൂപയ്ക്ക് വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ പ്രസാഡിയോയുടെ പങ്ക് വളരെ വലുതാണ്. മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് അതിൻ്റെ ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനം എന്ന ആരോപണം നേരിടുന്ന പ്രസാഡിയോ ഇടപെട്ടിട്ടാണ് ഈ ട്രോയ്സിൽ നിന്ന് വലിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് കെൽട്രോണിലെ ചില ഉന്നതരുടെ ഒത്താശയോടുകൂടി നടത്തിയ വലിയൊരു തീവെട്ടിക്കൊള്ളയായി തന്നെയാണ് കാണുന്നത്. ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ഈ ക്യാമറ, അതായത് 3 മെഗാപിക്സൽ AI ക്യാമറ യൂണിറ്റിന് കെൽട്രോൺ വാങ്ങിയിരിക്കുന്നത് 9,96,000 രൂപയാണ്. അത്രയും രൂപയാണ് കെൽട്രോൺ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ വിപണി വില ആകെ വരുന്നത് 1,60,000 രൂപ മാത്രമാണ്. 5 മെഗാപിക്സലുള്ള AI ക്യാമറ യൂണിറ്റ് കെൽട്രോൺ കാണിച്ചിരിക്കുന്നത് 10,32,000 രൂപ. വിപണി വില കേവലം 2 ലക്ഷം രൂപ മാത്രം. PTSന്റെ AI ക്യാമറ കെൽട്രോൺ വില കാണിച്ചിട്ടുള്ളത് 9,90,000 രൂപ. വിപണിയിൽ വെറും 15,000 രൂപ മാത്രമാണുള്ളത്. ഇങ്ങനെ വിപണിയിൽ പരമാവധി 25,000 രൂപയുള്ള ഇലക്ട്രിസിറ്റി മീറ്റർ ബോക്സിന് കെൽട്രോൺ 2,500 രൂപ വിലയുള്ള ഇലക്ട്രിസിറ്റി മീറ്റർ ബോക്സിന് കെൽട്രോൺ നൽകിയ വില
15,000 രൂപ. ഇങ്ങനെ വലിയൊരു പകൽക്കൊള്ള തന്നെയാണ് ഇതിൻ്റെ മറവിൽ നടന്നിട്ടുള്ളത്. അതായത് ബന്ധുക്കാരെയും സ്വന്തക്കാരുടെയും സ്ഥാപനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല, വലിയൊരു അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഇത്രയും രൂപയ്ക്ക്, അതായത് സിംഗപ്പൂരിൽ നിന്ന് അത്രയും സാങ്കേതിക മികവുള്ള സാധനങ്ങൾ 30 കോടി രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് എന്ന് അൽഹിന്ദ് പോലുള്ള സ്ഥാപനം പ്രസാഡിയോയെ അറിയിച്ചെങ്കിൽ പോലും അൽഹിന്ദിനോട് അതായത് ഈ ട്രോയ്സിൽ നിന്ന് തന്നെ കൂടുതൽ വിലയ്ക്കാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് എന്ന് പറയുകയും അൽഹിന്ദ് ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റ് മാസ്റ്റിന്റെ ഡയറക്ടറും ആരോപണവുമായി